അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. ഈശോ നമ്മോട് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അനുദിനം ജീവിതത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നത് പല വിധത്തിലാണ്. ദൈവത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടും പാപത്തിന്റെ മേഖലയിൽ വിശുദ്ധി പാലിക്കാനായിട്ട്, ദൈവഹിതം നിറവേറ്റാനായിട്ട്, ഇങ്ങനെ പലവിധ കാര്യങ്ങളിൽ നാം അധ്വാനിക്കുന്നുണ്ട്. ഏതു മേഖലയിലും വിശുദ്ധിക്ക് വേണ്ടിയുള്ള ശ്രമം നമുക്ക് ഒരു അധ്വാനം പോലെയാണെങ്കിൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നാം ശ്രമിക്കണം. തിന്മ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന പോലെ തന്നെ നന്മ ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഏതു കാര്യത്തിലാണെങ്കിലും അവിടെയെല്ലാം ഈശോയുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഈശോയാണ് അവിടെയെല്ലാം നമ്മെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏതു തരം അധ്വാനമാണെങ്കിലും യേശുവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, കർത്താവേ, പാപങ്ങൾക്ക് ഞങ്ങൾ അടിമകളാകുമ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങയുടെ അടുക്കലേക്ക് വരും. ഞങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ആശ്വാസം നൽകാൻ കർത്താവിന് മാത്രമാണ് കഴിയുന്നത്. അതുകൊണ്ട് ഏതുതരം ശ്രമമായിരുന്നാലും അവിടെയെല്ലാം ഈശോയെ സമീപിക്കുക. അവൻ നമ്മെ സഹായിക്കും.